Warm welcome to all of you to Savinos Maths Plus. Good morning dear students. എല്ലാവർക്കും പ്ലസ് 1 മാത്തമാറ്റിക്സ് ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ട്രിഗണോമെട്രി നമ്മൾ ഇതിനു മുമ്പ് ചെയ്തതാണ്. ട്രിഗണോമെട്രിയുടെ ഏറ്റവും ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ട്രിഗണോമെട്രിയിൽ സൈൻ ഫോർമുല, കൊസൈൻ ഫോർമുല, ലോ ഓഫ് ടാൻജൻസ് ഇത്രയും ആണ് നമ്മൾ പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഇതിനു മുൻപ് നിങ്ങളുടെ ബോർഡ് എക്സാമിനേഷന് ചോദിച്ച ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഇന്നിപ്പോൾ പറയുന്നത്. അതിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ തിയറി മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഈ പോർഷൻസ് ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ലോ ഓഫ് സൈൻസ് ഓർ സൈൻ ഫോർമുല. നമുക്ക് ഇതൊരു ട്രയാങ്കിൾ എ ബി സി. ഇത് ആംഗിൾ എ. ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിൻ്റെ ലെങ്ത് സ്മോൾ എ എന്ന് എടുക്കാം നമുക്ക്. ഇത് ആംഗിൾ ബി, വെർട്ടെക്സ് ബി അല്ലേ. ഈ ബി എന്ന് പറഞ്ഞ വെർട്ടെക്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിൻ്റെ ലെങ്ത് എ സി എന്ന് പറയുന്ന സൈഡിൻ്റെ ലെങ്ത് ആണ് സ്മോൾ ബി. ഈ സി എന്ന് പറഞ്ഞ വെർട്ടെക്സിന് ഓപ്പോസിറ്റുള്ള സൈഡ് ഇതാണ്. ഈ എ ബി എന്ന് പറഞ്ഞ സൈഡിൻ്റെ ലെങ്ത് നമുക്ക് എങ്ങനെ എടുക്കാം? സ്മോൾ സി എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ സൈൻ ഫോർമുല എന്താണ്? എ ബൈ സൈൻ എ ഈക്വൽ ടു ബി ബൈ സൈൻ ബി ഈക്വൽ ടു സി ബൈ സൈൻ സി ആണ്. ഇത് നേരെ തിരിച്ചും പറയാം. സൈൻ എ ബൈ എ ഈക്വൽ ടു സൈൻ ബി ബൈ ബി ഈക്വൽ ടു സൈൻ സി ബൈ സി. നമ്മളിപ്പോൾ ഫോർമുലയിൽ പ്രോബ്ലത്തിൽ നമുക്ക് ഏറ്റവും ഉപയോഗമുള്ളൊരു ഫോർമുലയാണ് ഇത് സൈൻ ഫോർമുല. നമുക്ക് നമ്മൾ പ്രോബ്ലത്തിൽ ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാ വെച്ചാൽ ഈ മൂന്ന് റേഷ്യോവും സെയിം ആണെന്നല്ലേ. നമുക്ക് എ ബൈ സൈൻ എ ഈക്വൽ ടു ബി ബൈ സൈൻ ബി ഈക്വൽ ടു സി ബൈ സൈൻ സി. എ എന്ന് പറയുന്ന സൈഡ് ഈ ബി സി എന്ന് പറഞ്ഞ സൈഡാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ആണ് എന്ത്? എ, ക്യാപിറ്റൽ എ. ഈ ആംഗിളിൻ്റെ സൈനാണ് സൈൻ എ. സോ സേ എ ബൈ സൈൻ എ ഈക്വൽ ടു ബി ബൈ സൈൻ ബി ഈക്വൽ ടു സി ബൈ സൈൻ സി. ഈ മൂന്ന് റേഷ്യോയും ഈക്വൽ ആണ്. ആ മൂന്ന് റേഷ്യോയും ഈക്വൽ ആണെങ്കിൽ ആ മൂന്ന് റേഷ്യോ നമ്മൾ എന്തെടുക്കാം? കെ എന്നെടുക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കാം? എ ബൈ സൈൻ എ ഈക്വൽ ടു കെ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? Each side is proportional to the sine of the angle opposite to it. ഓരോ സൈഡും എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? ഈ സൈഡ് എന്തിന് പ്രൊപ്പോർഷൻ ആണ്? അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിൾ എ ആണ്. ഈ ആംഗിളിൻ്റെ സൈനിന് പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ എ ബൈ സൈൻ എ, അതുപോലെ ബി ബൈ സൈൻ ബി ഈക്വൽ ടു സി ബൈ സൈൻ സി ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റന്റ് കെ എന്ന് എടുക്കാം നമുക്ക്. അപ്പോൾ എ ബൈ സൈൻ എ ഈസ് ഈക്വൽ ടു കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? എ ഈസ് ഈക്വൽ ടു A by sin A is equal to K, B by sin B equal to K, C by sin C equal to K. അപ്പോൾ സ്മോൾ a equal to K into sin A എന്ന് പറഞ്ഞൂടെ? K into sin A. അതുപോലെ സ്മോൾ b എന്ന് പറയാം B by sin B is equal to K. Therefore small b is equal to K into sin B. K into sin B. അതുപോലെ സ്മോൾ c എന്താണ്? സ്മോൾ c, c by sin c is equal to k. Small c is equal to k into sin c. K into sin c. ഈ ഒരു റിലേഷനാണ് നമ്മൾ പ്രോബ്ലത്തിലൊക്കെ മിക്കവാറും ഉപയോഗിക്കാം. അപ്പോൾ എ എന്താണ്? കെ സൈൻ എ. ബി എന്താണ്? കെ സൈൻ ബി. സി എന്താണ്? കെ സൈൻ സി. ഇതിൽ സ്മോൾ എ, സ്മോൾ ബി, സ്മോൾ സി എന്താണ്? സൈഡുകളുടെ ലെങ്ത് ആണ്. സ്മോൾ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞ വെർട്ടെക്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിന്റെ ലെങ്ത്. സ്മോൾ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞ വെർട്ടെക്സിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിന്റെ ലെങ്ത്. അങ്ങനെയാണ്. സോ സൈഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ സൈൻ ഓഫ് ദ ആംഗിൾ ഓപ്പോസിറ്റ് ടു ഇറ്റ്. ഒരു സൈഡ് എന്തിന് പ്രൊപ്പോർഷണലാണ്? ഈ സൈഡ് എന്തിന് പ്രൊപ്പോർഷണലാണ്? അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ എ ആണ്, അതിന്റെ സൈനിന് പ്രൊപ്പോർഷനാണ്. അപ്പോൾ സൈൻ എ. അപ്പോൾ എ ബൈ സൈൻ ഓഫ് ദ ഓപ്പോസിറ്റ് ആംഗിൾ സൈൻ എ, എ ബൈ സൈൻ എ ഇസ് ഈക്വൽ ടു ബി ബൈ സൈൻ ബി. സ്മോൾ ബി ഇതാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്, ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ എന്താണ്? ബി, അതിൻ്റെ സൈൻ. അപ്പോൾ ബി ബൈ സൈൻ ബി. അതുപോലെ തന്നെ സി ബൈ സൈൻ സി ഇസ് ഈക്വൽ ടു കെ. ഇതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. എന്താണ്? എ ഇസ് ഈക്വൽ ടു കെ സൈൻ എ, ബി ഇസ് ഈക്വൽ ടു കെ സൈൻ ബി, സി ഇസ് ഈക്വൽ ടു കെ സൈൻ സി. ഇതാണ് നമ്മൾ മിക്കവാറും പ്രോബ്ലത്തിലൊക്കെ ഉപയോഗിക്കേണ്ടി വരിക. ലോ ഓഫ് കൊസൈൻസ്, കൊസൈൻ ഫോർമുല. ഇതിന് നമ്മൾ സൈൻ ഫോർമുല എന്ന് പറയും. അടുത്ത് കൊസൈൻ ഫോർമുല ആണ്. കൊസൈൻ ഫോർമുല എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ, ഈ മൂന്ന് ഫോർമുലയ്ക്കുമാണ് നമ്മൾ കൊസൈൻ ഫോർമുല എന്ന് പറയാം. എ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് 2bc കോസ് എ. ബി സ്ക്വയർ എന്തായിരിക്കും? സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് 2ac കോസ് ബി. സി സ്ക്വയർ എന്താണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കോസ് സി. ഇതെങ്ങനെ ഓർത്തിരിക്കുക? എ സ്ക്വയർ, എ സ്മോൾ എ എന്ന് പറഞ്ഞാൽ
ബി സി എന്ന് പറഞ്ഞ സൈഡിൻ്റെ ലെങ്ത് ആണ് എ എന്ന് പറഞ്ഞ വെർട്ടെക്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ എ സ്ക്വയർ ആണ് കാണേണ്ടതെങ്കിൽ എ അല്ലാത്തത് രണ്ടെണ്ണം ഏതൊക്കെയാണ്? ബിയും സിയും. അതിൻ്റെ സ്ക്വയറുകളുടെ സമ്മ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ -2 ബി സി. ഈ ബിയും സിയും തന്നെ -2 × ബി × സി ഇൻറ്റു കോസ് ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ സൈഡ്സ് ഹാവിംഗ് ലെങ്ത് ബി ആൻഡ് സി. ബിയും സിയും ലെങ്ത് ആയിട്ടുള്ള സൈഡുകൾക്ക് ഇടയിലുള്ള ആംഗിളിൻ്റെ കോസ്. ബിയും സിയും ലെങ്ത് ആയിട്ടുള്ള സൈഡ് ഇത് രണ്ടല്ലേ, അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ എന്താണ്? എ. അതിൻ്റെ കോസ് എ. അതുപോലെ ബാക്കിയുള്ളത് രണ്ടും നിങ്ങൾക്ക് ഓർത്തിരിക്കാം. Then law of tangents or Napier analogies. ഇത് കൂടുതൽ പ്രാവശ്യം നിങ്ങളോട് എക്സാമിനേഷൻ ചോദിച്ചിട്ടുണ്ട്. 2018-ലും 2015-ലും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ടാൻ ഓഫ് ബി മൈനസ് സി ബൈ 2 ഇസ് ഈക്വൽ ടു, ഇവിടെ ബി മൈനസ് സി ആണ്, ക്യാപിറ്റൽ ബി മൈനസ് ക്യാപിറ്റൽ സി ആണ്. ഇത് ആംഗിൾസ് ആണ്, സ്മോൾ ബി സ്മോൾ സി സൈഡ്സ് ആണ്. അപ്പോൾ ടാൻ ഓഫ് ബി മൈനസ് സി ബൈ 2, ഇവിടെ ബി മൈനസ് സി ആയതുകൊണ്ട് ബി മൈനസ് സി ബൈ ബി പ്ലസ് സി, ബിയും സിയും അല്ലാത്ത പിന്നെ എ ആണ്, കോട്ട് ഓഫ് എ ബൈ 2. അപ്പോൾ ടാൻ ഓഫ് സി മൈനസ് എ ബൈ 2 ഇസ് ഈക്വൽ ടു, ഇവിടെ സി മൈനസ് എ ആയതുകൊണ്ട് സി മൈനസ് എ ബൈ സി പ്ലസ് എ, കോട്ട് ഓഫ് ബി ബൈ 2. സിയും എയും അല്ലാത്ത ആംഗിൾ അല്ലാത്തൊരു നോക്കിയാൽ മതി, അതിൻ്റെ ആംഗിൾ നോക്കുക ബി ബൈ 2. ടാൻ ഓഫ് എ മൈനസ് ബി ബൈ 2 ആണെങ്കിൽ ഇവിടെ എയും ബിയും ആണ്, അപ്പോൾ എ മൈനസ് ബി ബൈ എ പ്ലസ് ബി, ഇവിടെ മൈനസ് ആണ്, ഡിനോമിനേറ്ററിൽ പ്ലസ് ഇല്ല. എ മൈനസ് ബി ബൈ എ പ്ലസ് ബി, കോട്ട് ഓഫ് സി ബൈ 2, എയും ബിയും അല്ലാത്ത നോക്കുക സി, ഇപ്പോൾ കോട്ട് ഓഫ് സി ബൈ 2. ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിൻ്റെ പ്രൂഫ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഇത് മാത്രം നമ്മൾ പ്രൂഫ് അടുത്തായിട്ട് ചെയ്യും. ടാൻ ഓഫ് ബി മൈനസ് സി ബൈ 2 ഇസ് ഈക്വൽ ടു ബി മൈനസ് സി ബൈ ബി പ്ലസ് സി കോട്ട് എ ബൈ 2. ഇത് മാത്രം നമ്മൾ പ്രൂവ് ചെയ്യും. ഇത് രണ്ടും നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യാം. ഈ രണ്ട് ഉള്ളൂ, കാരണം ഇത് ചെയ്യുന്ന അതേ രൂപത്തിൽ അതുപോലെ തന്നെയാണ് ഈ രണ്ടിൻ്റെയും പ്രൂഫ് നമ്മൾ ചെയ്യുക, ഈ രണ്ട് റിസൾട്ടിൻ്റെയും പ്രൂഫ്. അപ്പോൾ ഇത് ഒന്നാമത്തെ റിസൾട്ടിൻ്റെ മാത്രം നമ്മൾ ചെയ്യും. ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും റിസൾട്ട് നിങ്ങൾ സ്വന്തം ഇതുപോലെ തന്നെ നമ്മൾ ഇത് ചെയ്യുന്ന പോലെ തന്നെ പ്രൂവ് ചെയ്യാം. ഇതിലൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ട്രിഗണോമെട്രിയിൽ നമ്മൾ പറഞ്ഞതാണ്, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഒരു 4 റിസൾട്ട്സ്. S plus S equal to 2SC, S minus S equal to 2CS, C plus C is 2CC, C minus C is -2SS. ഇതെന്താണിത്? ഇവിടെ നമ്മൾ C ചേർക്കുക, ഇവിടെ നമ്മൾ D ചേർക്കുക, ഇവിടെ നമ്മൾ എന്ത് ചേർക്കണം? C plus D by 2 ചേർക്കണം. രണ്ടാമത്തെ എന്ത് ചേർക്കണം? C minus D by 2 ചേർക്കണം. ആദ്യം C, പിന്നെ D, പിന്നെ C plus D by 2, പിന്നെ C minus D by 2. എസ് എന്ന് പറഞ്ഞാൽ സൈൻ, സി എന്ന് പറഞ്ഞാൽ കോസ്. അപ്പോൾ എന്തായിരിക്കും? എസ് പ്ലസ് എസ് എന്ന് പറഞ്ഞാൽ സൈൻ പ്ലസ് സൈൻ എന്നർത്ഥം. എസ് എന്ന് പറഞ്ഞാൽ സൈൻ ആണ്, സി എന്ന് പറഞ്ഞാൽ കോസ് ആണ്. എസ് പ്ലസ് എസ്, ഇവിടെ സിയും ഡിയും ചേർക്കുമ്പോൾ സൈൻ സി പ്ലസ് സൈൻ ഡി. സൈൻ സി പ്ലസ് സൈൻ ഡി എന്താണ്? 2 സൈൻ കോസ് എന്നാണ്. 2 സൈൻ എന്ത് വേണം? സി പ്ലസ് ഡി ബൈ 2, പിന്നെ കോസ് ആണ് സി മൈനസ് ഡി ബൈ 2. ഇവിടെ സൈൻ സി മൈനസ് സൈൻ ഡി, സൈൻ സി മൈനസ് സൈൻ ഡി സീക്വൽ 2 കോസ് ആണ് ആദ്യം. 2 സി എന്ന് പറഞ്ഞാൽ കോസ്, 2 കോസ് സി പ്ലസ് ഡി ബൈ 2, പിന്നെ സൈൻ സി മൈനസ് ഡി ബൈ 2. ഇവിടെ കോസ് സി മൈനസ് കോസ് ഡി, ആദ്യം സി പിന്നെ ഡി, കോസ് സി പ്ലസ് കോസ് ഡി, കോസ് സി പ്ലസ് കോസ് ഡി ഈക്വൽ ടു 2 കോസ് സി പ്ലസ് ഡി ബൈ 2, അഗെയിൻ സി ആണ് കോസ് സി മൈനസ് ഡി ബൈ 2. ഇവിടെ എന്താണ്? കോസ് സി മൈനസ് കോസ് ഡി, കോസ് സി മൈനസ് കോസ് ഡി എന്ന് പറഞ്ഞാൽ എന്താ? -2 സൈൻ സി പ്ലസ് ഡി ബൈ 2, പിന്നെ വീണ്ടും സൈൻ തന്നെയാണ് സൈൻ സി മൈനസ് ഡി ബൈ 2. അപ്പോൾ ഈ 4 ഫോർമുലയും നമുക്ക് വളരെ ഉപയോഗപ്രദമായിരിക്കും ഇതിൻ്റെ പ്രോബ്ലം ചെയ്യുന്നതിന്. അപ്പോൾ ആദ്യം നമ്മൾ സി ചേർക്കുക, പിന്നെ ഡി ചേർക്കുക, പിന്നെ സി പ്ലസ് ഡി ബൈ 2, പിന്നെ സി മൈനസ് ഡി ബൈ 2. എസ് സൈൻ ആണ്, സി കോസ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിട്ടുള്ള ബോർഡ് എക്സാമിനേഷനിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ നമുക്ക് പ്രൂവ് ദാറ്റ് ടാൻ ഓഫ് ബി മൈനസ് സി ബൈ 2 ഇസ് ഈക്വൽ ടു ബി മൈനസ് സി ബൈ ബി പ്ലസ് സി കോട്ട് ഓഫ് എ ബൈ 2. ഇത് മാർച്ച് 2018-ലും ചോദിച്ചാണ്, സെപ്റ്റംബർ 2015-ലും ചോദിച്ചാണ്. ഈ 3 ക്വസ്റ്റ്യനും നമ്മൾ ഒരേപോലെ തന്നെയാണ് ചെയ്യുക. ഇത് 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് നോക്കാം, ഇവിടെ നമ്മൾ ഏത് പ്രൂവ് ചെയ്യണമെങ്കിൽ ഈ പാർട്ടാണ് എടുക്കുക. ബി മൈനസ് സി ബൈ ബി പ്ലസ് സി എടുത്തിട്ടാണ് സിംപ്ലിഫൈ ചെയ്യുക. നമുക്കറിയാം ബിയും സിയും എന്താണ്. ഇനി നമ്മൾ നേരത്തെ സൈൻ റൂൾ പഠിച്ചു. എ എന്താണ്? ഇസ് ഈക്വൽ ടു കെ സൈൻ എ. ബി എന്താണ്? കെ സൈൻ ബി. സി എന്താണ്? കെ സൈൻ സി. സൈൻ റൂൾ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ പറഞ്ഞു. എ ഇസ് ഈക്വൽ ടു കെ സൈൻ എ, ബി ഇസ് ഈക്വൽ ടു കെ സൈൻ ബി, സി ഇസ് ഈക്വൽ ടു കെ സൈൻ സി. അപ്പോൾ നമുക്ക് ഏതാ എടുക്കുക? ബി മൈനസ് സി ബൈ ബി പ്ലസ് സി എടുത്തിട്ടാണ് സിംപ്ലിഫൈ ചെയ്യുക.
സ്മോൾ ബി മൈനസ് സ്മോൾ സി ബൈ ബി പ്ലസ് സി. ഇവിടെ നമ്മൾ ഏതെടുത്താൽ സി മൈനസ് എ ബൈ സി പ്ലസ് എ എടുത്തിട്ടാണ് ചെയ്യുക. അവിടെ എ മൈനസ് ബി ബൈ എ പ്ലസ് ബി എടുത്തിട്ടാണ് ചെയ്യുക. എല്ലാം ഒരുപോലെ തന്നെയാണ് ചെയ്യുക. അപ്പോൾ ബി മൈനസ് സി ബൈ ബി പ്ലസ് സി നോക്കാം. ബി മൈനസ് സി ഡിവൈഡഡ് ബൈ ബി പ്ലസ് സി. എന്താണ് ബി? ബി ഈസ് ഈക്വൽ ടു കെ സൈൻ ബി. കെ സൈൻ ബി മൈനസ് സി എന്താണ്? കെ സൈൻ സി ഡിവൈഡഡ് ബൈ ബി കെ സൈൻ ബി പ്ലസ് കെ സൈൻ സി. അപ്പോൾ ബി മൈനസ് സി ബൈ ബി പ്ലസ് സി. നമുക്ക് സൈൻ റൂൾ നമ്മൾ നേരത്തെ പറഞ്ഞു എ എന്ന് പറഞ്ഞാൽ കെ സൈൻ എ, ബി കെ സൈൻ ബി, സി കെ സൈൻ സി ആണ്. അപ്പോൾ നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കെ നമ്മൾ കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ കെ ഇൻറ്റു സൈൻ ബി മൈനസ് സൈൻ സി, സൈൻ ബി മൈനസ് സൈൻ സി ഡിവൈഡഡ് ബൈ, ഇവിടെയും കെ കോമൺ എടുക്കാം, കെ ഇൻറ്റു സൈൻ ബി പ്ലസ് സൈൻ സി, സൈൻ ബി പ്ലസ് സൈൻ സി. അപ്പോൾ നമുക്ക് ഈ കെ ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ? ബി മൈനസ് സി ബൈ ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു സൈൻ ബി മൈനസ് സൈൻ സി ബൈ സൈൻ ബി പ്ലസ് സൈൻ സി. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു. സൈൻ മൈനസ് സൈൻ, എസ് മൈനസ് എസ്. എസ് മൈനസ് എസ് എന്താണ്? 2cs അല്ലേ? എസ് പ്ലസ് എസ് ഈസ് 2sc. എസ് മൈനസ് എസ് എന്താണ്? 2cs. നമ്മൾ നേരത്തെ പറഞ്ഞു. എസ് പ്ലസ് എസ് 2sc, എസ് മൈനസ് എസ് എന്താണ്? 2cs ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് റിസൾട്ട്. എസ് പ്ലസ് എസ് എന്നാൽ സൈൻ സി പ്ലസ് സൈൻ ഡി ഈക്വൽ ടു സൈൻ സി പ്ലസ് ഡി ബൈ 2 കോസ് സി മൈനസ് ഡി ബൈ 2. അപ്പോൾ അതിവിടെ എസ് മൈനസ് എസ് ആണ്. എസ് മൈനസ് എസ് എന്നാൽ 2cs ആണ്. അപ്പോൾ നമുക്ക് സൈൻ മൈനസ് സൈൻ 2cs എന്ന് പറഞ്ഞാൽ 2 കോസ് പിന്നെ സൈൻ. എസ് മൈനസ് എസ് ആണ്. എസ് മൈനസ് എസ്, സൈൻ മൈനസ് സൈൻ എന്ന് പറഞ്ഞാൽ എസ് മൈനസ് എസ്. എസ് മൈനസ് എസ് എന്ന് പറഞ്ഞാൽ 2cs ആണ്. സി എന്ന് പറഞ്ഞാൽ കോസ് സൈൻ. അപ്പോൾ 2 കോസ് സൈൻ, 2 കോസ് സൈൻ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ടാംഗിളും പ്ലസ് ചെയ്ത് ഡിവൈഡ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, പിന്നെ മൈനസ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ആദ്യം ബി പ്ലസ് സി ബൈ 2, പിന്നെന്താ വരിക? ബി മൈനസ് സി ബൈ 2 ഹോൾ ഡിവൈഡ് ബൈ എസ് പ്ലസ് എസ് ആണ് ഇവിടെ. അപ്പോൾ 2 എസ് പ്ലസ് എസ് എന്താണ്? 2sc ആണ്. 2sc. അപ്പോൾ 2sc ഇവിടെ സൈൻ പ്ലസ് സൈൻ ആണ്. സൈൻ പ്ലസ് സൈൻ അതായത് എസ് പ്ലസ് എസ്. എസ് പ്ലസ് എസ് എന്നാൽ 2sc. 2sc പറഞ്ഞാൽ 2 സൈൻ കോസ്. അപ്പോൾ 2 സൈൻ പിന്നെ കോസ്, 2 സൈൻ കോസ് തവണ 2sc. അപ്പോൾ 2 സൈൻ കോസ്. ആംഗിൾ ബിയും സിയും ആണ്. ബിയും സിയും ആയതുകൊണ്ട് ആദ്യം ബി പ്ലസ് സി ബൈ 2 പിന്നെ ബി മൈനസ് സി ബൈ 2. അപ്പോൾ നമുക്ക് 2 ക്യാൻസൽ ചെയ്യാം. ഇപ്പം നമുക്ക് ഇവിടെ ഇതെന്താണ്? കോസ് ബൈ സൈൻ. കോസ് ഓഫ് ബി പ്ലസ് സി ബൈ 2 ബൈ സൈൻ ഓഫ് ബി പ്ലസ് സി ബൈ 2. കോസ് ബൈ സൈൻ എന്താണ്? കോട്ട്. സോ ദിസ് ഈസ് കോട്ട് ഓഫ് ബി പ്ലസ് സി ബൈ 2 ഇൻറ്റു സൈൻ ഓഫ് ബി മൈനസ് സി ബൈ 2 ബൈ കോസ് ഓഫ് ബി മൈനസ് സി ബൈ 2. സൈൻ ബൈ കോസ് എന്താണ്? ടാൻ. സോ ദിസ് ഈസ് ടാൻ ഓഫ് ബി മൈനസ് സി ബൈ 2. നമ്മൾക്ക് അതിനാദ്യം ബി പ്ലസ് സി ബൈ 2 മാറ്റണം. നമുക്ക് എ പ്ലസ് ബി പ്ലസ് സി എത്രയാണ്? 180 ആണ്. എ പ്ലസ് ബി പ്ലസ് സി എത്രയാണ്? 180. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ബി പ്ലസ് സി ആണ്. ബി പ്ലസ് സി എന്താണ്? 180 മൈനസ് എ. അപ്പോൾ ബി പ്ലസ് സി ബൈ 2 ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. എ പ്ലസ് ബി പ്ലസ് സി, എയും ബിയും സിയും എന്താണ്? ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിൾസ് അല്ലേ? അപ്പോൾ ട്രയാങ്കിളിന്റെ 3 ആംഗിൾസ് ആയതുകൊണ്ട് സമ്മ് 180 ആയിരിക്കണം. എ പ്ലസ് ബി പ്ലസ് സി 180 ആവണം. അപ്പോൾ ബി പ്ലസ് സി ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. ഇവിടെ ബി പ്ലസ് സി ആണ് വേണ്ടത്. ബി പ്ലസ് സി എന്തായിരിക്കും? 180 മൈനസ് എ. അപ്പോൾ നമുക്ക് വേണ്ടത് ഇവിടെ ബി പ്ലസ് സി ബൈ 2 ആണ്. ബി പ്ലസ് സി ബൈ 2 എന്ന് പറഞ്ഞാൽ ഇതിനെ ഓരോന്നിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 180 ബൈ 2 മൈനസ് എ ബൈ 2. 180 ബൈ 2 പറഞ്ഞാൽ 90 മൈനസ് എ ബൈ 2. അപ്പോൾ ബി പ്ലസ് സി ബൈ 2 പറഞ്ഞാൽ 90 മൈനസ് എ ബൈ 2 ആണ്. അപ്പോൾ കോട്ട് ഓഫ് എന്താ? ബി പ്ലസ് സി ബൈ 2 90 മൈനസ് എ ബൈ 2. കോട്ട് ഓഫ് 90 മൈനസ് എ ബൈ 2 ഇസ് ഈക്വൽ ഇൻറ്റു ടാൻ ഓഫ് ബി മൈനസ് സി ബൈ 2. എന്താ കോട്ട് ഓഫ് 90 മൈനസ് എ ബൈ 2? കോട്ട് ഓഫ് 90 മൈനസ് തീറ്റ എന്താണ്? ടാൻ തീറ്റ. കോട്ട് ഓഫ് 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻ തീറ്റ. സോ കോട്ട് ഓഫ് 90 മൈനസ് എ ബൈ 2 ഈസ് ടാൻ ഓഫ് എ ബൈ 2 ഇൻറ്റു ടാൻ ഓഫ് ബി മൈനസ് സി ബൈ 2. ഇത് എന്തിന്റെ വാല്യൂ ആണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്? ബി മൈനസ് സി ബൈ ബി പ്ലസ് സി ആണ്. ബി മൈനസ് സി ബൈ ബി പ്ലസ് സി ആണ്. നോക്ക്, ഈ ടാൻ ഓഫ് എ ബൈ 2 നമുക്ക് ഇവിടെ വേണ്ടത് കോട്ട് ഓഫ് എ ബൈ 2 ആണ്. അപ്പോൾ ടാൻ ഓഫ് എ ബൈ 2 എന്ന് പറഞ്ഞാൽ 1 ബൈ കോട്ട് ഓഫ് എ ബൈ 2 അല്ലേ? അപ്പോൾ ബി മൈനസ് സി ബൈ ബി പ്ലസ് സി
is equal to tan എന്ന് പറഞ്ഞാൽ എന്താണ് 1/cot ആണ് 1/cot of a by 2 into tan of b minus c by 2. ആ tan of b minus c by 2 അത് നമുക്ക് ഇവിടെ അങ്ങനെ തന്നെ വേണ്ടതാണ്, അതുകൊണ്ട് അത് മാറ്റണ്ട. അപ്പോൾ tan of b minus c by 2. ഇനി ഈ കോട്ടിനെ നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങോട്ട് എടുക്കുക, ബൈ കോട്ട് ഓഫ് എ ബൈ 2. ബൈ കോട്ട് ഓഫ് എ ബൈ 2 ഇങ്ങോട്ട് എടുക്കുമ്പോൾ എന്താവും, ഇൻറ്റു കോട്ട് ഓഫ് എ ബൈ 2 എന്നാവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും b minus c by b plus c into cot of a by 2, b minus c by b plus c into cot of a by 2 is equal to b minus c by b plus c ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഉണ്ട്, ഇവിടെ ബൈ കോട്ട് ഓഫ് എ ബൈ 2 ആണ്, അത് ഇവിടെ എത്തുമ്പോൾ എന്താവും, ഇൻറ്റു കോട്ട് ഓഫ് എ ബൈ 2 ആവും, ഈക്വൽ ടു ഇവിടെ എന്ത് മാത്രമേ ഉള്ളപ്പോൾ ടാൻ ഓഫ് ബി മൈനസ് സി ബൈ 2, ടാൻ ഓഫ് ബി മൈനസ് സി ബൈ 2. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ്, ടാൻ ഓഫ് ബി മൈനസ് സി ബൈ 2 ഈസ് ഈക്വൽ ടു ബി മൈനസ് സി ബൈ ബി പ്ലസ് സി കോട്ട് എ ബൈ 2. ടാൻ ഓഫ് ബി മൈനസ് സി ബൈ 2 ഈസ് ഈക്വൽ ടു ബി മൈനസ് സി ബൈ ബി പ്ലസ് സി കോട്ട് ഓഫ് എ ബൈ 2. അപ്പോൾ ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ഇതുപോലെ തന്നെ നമ്മൾ രണ്ട് റിസൾട്ടും കൂടെ ഉണ്ട്, ഈ രണ്ട് റിസൾട്ടും പ്രൂവ് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഈ രണ്ട് റിസൾട്ടും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നു, രണ്ടും നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കുക, ഈ റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ആംഗിൾ എ ഒ ബി ഈക്വൽ 30 ഡിഗ്രി. ഈ ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്, ആംഗിൾ എ ഒ ബി 30 ഡിഗ്രി ആണ്. റേഡിയസ് ഓഫ് സർക്കിൾ ഇസ് ഈക്വൽ ടു, സർക്കിളിന്റെ റേഡിയസ് 2 ആണ്, അതായത് ഒ എയും ഒ ബിയും റേഡിയസ് ആണ്, അപ്പോൾ രണ്ടും 2 ആണെന്ന് അർത്ഥം. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് കോഡ് എ ബി. ഈ എ ബി എന്ന് പറഞ്ഞ കോഡിന്റെ ലെങ്ത് കാണണം. എങ്ങനെയാണ് നോക്ക്, ഇവിടെ ഈ ഒരു ട്രയാങ്കിളിൽ നോക്ക്, ഇത് ഒ എ ഒ ബി ഇത് രണ്ടും ഈക്വൽ ആണ്, ഒ എയും ഒ ബിയും ഈക്വൽ ആയതുകൊണ്ട് ഈ ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിൾ ആണ്, ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഐസോസിലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഈ രണ്ട് ബേസ് ആംഗിളും എന്താവണം, ഈക്വൽ ആവണം. അപ്പോൾ ഇത് 30, ബാക്കി എത്രയാവണം, ഈ രണ്ട് ആംഗിളും കൂടി എത്രയാവണം, 150 ആവണം. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആവണമെങ്കിൽ ഇത് ഓരോന്നും എത്ര വീതമായിരിക്കണം, 75 വീതമായിരിക്കണം. അപ്പോൾ ഇത് 75 ഡിഗ്രി, ഇത് 75 ഡിഗ്രി കിട്ടി. ഇനി നമുക്ക് സൈൻ റൂൾ ഉപയോഗിക്കാം. എ ബി എന്ന് പറഞ്ഞ ലെങ്ത് അല്ലേ കാണേണ്ടത്, അല്ലേ, എ ബി എന്ന് പറഞ്ഞ കോഡിന്റെ ലെങ്ത് ആണ് കണ്ടത്. അപ്പോൾ എ ബി ഡിവൈഡഡ് ബൈ എന്താ സൈൻ റൂൾ, എ ബി ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ദ ഓപ്പോസിറ്റ് ആംഗിൾ. എ ബി ഡിവൈഡഡ് ബൈ ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിളിന്റെ സൈൻ, അതാണ് സൈൻ റൂൾ. ഓപ്പോസിറ്റ് ആംഗിൾ 30 ഡിഗ്രിയാണ്, അതിന്റെ സൈൻ 30 ഇസ് ഈക്വൽ ടു, വേറെ ഒ എയോ ഒ ബിയോ ഏതെങ്കിലും ഒന്നെടുത്താൽ മതി, രണ്ടും സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് ഒ എ എടുക്കാം, ഒ എ ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ഒ എ എടുത്തു കഴിഞ്ഞാൽ സൈൻ ഓഫ് അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ, ഒ എയുടെ ഓപ്പോസിറ്റ് ആംഗിൾ എത്രയാണ്, ബി ആണ്. ആ ബി എന്ന് പറഞ്ഞ ആംഗിൾ എത്രയാണ്, 75, സൈൻ 75 ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം നമുക്ക് വേണമെങ്കിൽ, ഒ ബി ഡിവൈഡഡ് ബൈ ഒ ബിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ഇതാണ്, എ ആണ്, അതിൻ്റെ സൈൻ 75, സൈൻ 75 ഇത് രണ്ടും സെയിം ആണ്, അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഇതാണ് സൈൻ റൂൾ. അപ്പോൾ നമുക്ക് എ ബി ഡിവൈഡഡ് ബൈ, അപ്പോൾ എ ബിയുടെ വാല്യൂ നമുക്ക് കാണുക, എ ബി ഇസ് ഈക്വൽ ടു ഈ ബൈ സൈൻ 30 കൂടെ എടുക്കുമ്പോൾ ഇൻറ്റു സൈൻ 30 എന്നാവും. അപ്പോൾ സൈൻ 30 ഇൻറ്റു ഒ എ എന്താണ്, ഒ എയും ഒ ബിയും റേഡിയസ് ആണ് 2 ഡിവൈഡഡ് ബൈ സൈൻ 75, 2 ഡിവൈഡ് ബൈ സൈൻ 75. നമുക്ക് ഓരോ സൈൻ 30 സൈൻ 75യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ ബി ഇസ് ഈക്വൽ ടു സൈൻ 30 നമുക്കറിയാം 1/2 ആണ്. സൈൻ 75ന്റെ വാല്യൂ നമ്മൾ ഇതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്, ആ വാല്യൂ നമ്മൾ നേരിട്ട് ഇപ്പം എഴുതാം. 2 ഡിവൈഡ് ബൈ സൈൻ 75 എന്താണ്, √3 + 1 ഡിവൈഡഡ് ബൈ 2√2 ആണ്. ഇത് ഓർത്തിരിക്കുക നിങ്ങൾ. സൈൻ 75 എങ്ങനെയാണ്, √3 + 1 ഡിവൈഡ് ബൈ 2√2. അപ്പോൾ നമുക്ക് എ ബി ഇസ് ഈക്വൽ 1/2 ഇൻറ്റു 2 ഡിവൈഡ് ബൈ സൈൻ 75. സൈൻ 75 എത്രയാണ്, √3 + 1 ഡിവൈഡഡ് ബൈ 2√2. അപ്പോൾ നമുക്ക് ഈ 2 ക്യാൻസൽ ചെയ്യാം, ഈ 2ഉം ക്യാൻസൽ ചെയ്യും. അപ്പോൾ √3 + 1/2 1/√3 + 1/2√2 എന്ന് പറഞ്ഞാൽ √3 + 1/2√2ന്റെ റെസിപ്രോക്കൽ. അപ്പോൾ ഈ 2√2 മുകളിലാവും. അപ്പോൾ 2√2 ഡിവൈഡഡ് ബൈ √3 + 1 ഇതായിരിക്കും എ ബി എന്ന് പറഞ്ഞ സൈഡിൻ്റെ ലെങ്ത്. അപ്പോൾ നമുക്ക് ഈ വാല്യൂ നിങ്ങൾ ഓർത്തിരിക്കുക. സൈൻ 75 എങ്ങനെയാണ്, √3 + 1 ഡിവൈഡഡ് ബൈ 2√2. ഇത് ജൂലൈ 2018 ചോദിച്ച ക്വസ്റ്റൻ ആണ്. നമുക്ക് ഇത് മോഡൽ 2020 ഈ വർഷം മോഡലിന് ചോദിച്ച ക്വസ്റ്റൻ ആണ്. നമുക്ക് ഇൻ ട്രയാങ്കിൾ എ ബി സി പ്രൂവ് ദാറ്റ് a - b/c is equal to sin of a - b/2 divided by cos c/2. നമുക്ക് നമ്മൾ ഇതൊക്കെ ഇതുപോലെയുള്ള രണ്ട് പ്രോബ്ലംസ് നമുക്ക് വേറെയും ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ ബോർഡ് എക്സാമിനേഷന്.
ഈ മൂന്നും നമ്മൾ ഒരുപോലെയാണ് ചെയ്യുക. അപ്പോൾ ഇത് മാത്രം നമ്മൾ ചെയ്യും, ഇത് രണ്ടും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. എങ്ങനെ ചെയ്യേണ്ടതെന്ന് മാത്രം പറയാം. അപ്പോൾ a മൈനസ് ബി ബൈ സി, സ്മോൾ എ സ്മോൾ ബി സ്മോൾ സി, അതിലുള്ളൊരു എക്സ്പ്രഷൻ എടുത്തിട്ട് അതാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക. എന്താ സ്മോൾ എ ഈക്വൽ ടു കെ ഇൻറ്റു സൈൻ എ, നമ്മൾ നേരത്തെ പറഞ്ഞു സൈൻ റൂൾ. സ്മോൾ ബി എന്താണ്, ഈക്വൽ ടു കെ ഇൻറ്റു സൈൻ ബി. സ്മോൾ സി എന്താണ്, കെ ഇൻറ്റു സൈൻ സി. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ മൈനസ് ബി ബൈ സി, എ മൈനസ് ബി ബൈ സി. എ എന്താണ്, കെ ഇൻറ്റു സൈൻ എ മൈനസ് ബി എന്താണ്, കെ സൈൻ ബി, കെ ഇൻറ്റു സൈൻ ബി ഡിവൈഡ് ബൈ സി എന്താണ്, കെ ഇൻറ്റു സൈൻ സി, കെ ഇൻറ്റു സൈൻ സി. അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ കെ കോമൺ എടുക്കാം. സൈൻ എ മൈനസ് സൈൻ ബി, സൈൻ എ മൈനസ് സൈൻ ബി ഡിവൈഡഡ് ബൈ കെ സൈൻ സി, കെ സൈൻ സി. അപ്പോൾ കെ ക്യാൻസൽ ചെയ്തു. നോക്ക് ഇവിടെ ഇപ്പോൾ എസ് മൈനസ് എസ് നായി. നമ്മൾ നേരത്തെ പറഞ്ഞു എസ് പ്ലസ് എസ് എന്നാൽ 2sc, എസ് മൈനസ് എസ് എന്താണ് 2cs ആണ്. 2cs എന്ന് പറഞ്ഞാൽ 2 cos സൈൻ. എസ് മൈനസ് എസ് എന്താണ് 2cs. നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമുല ഉപയോഗിക്കാൻ നമ്മളത് വിശദമായിട്ട് പറഞ്ഞു. അപ്പോൾ എസ് മൈനസ് എസ് എന്ന് പറഞ്ഞാൽ എന്താണ് 2cs ആണ്. എസ് പ്ലസ് എസ് എന്ന് പറഞ്ഞാൽ എന്താണ് 2sc. അപ്പോൾ 2cs എന്ന് പറഞ്ഞാൽ ഇവിടെ സൈൻ മൈനസ് സൈൻ ആണ്, അതുകൊണ്ടാണ് എസ് മൈനസ് എസ് എടുക്കുന്നത്. 2 cos സൈൻ. അപ്പോൾ അത് 2 cos പിന്നെ സൈൻ, 2 cos സൈൻ എന്നാണ്. ആദ്യം എന്താ വേണ്ടത്, ആംഗിൾ പ്ലസ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, പിന്നെ മൈനസ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എയും ബിയും ആണ് ആംഗിൾ. അപ്പോൾ ആദ്യം a പ്ലസ് ബി ബൈ 2 പിന്നെ a മൈനസ് ബി ബൈ 2. അപ്പോൾ a പ്ലസ് ബി ബൈ 2 ആദ്യം എഴുതി, പിന്നെ a മൈനസ് ബി ബൈ 2 എഴുതി ഡിവൈഡഡ് ബൈ സൈൻ സി. എന്താ സൈൻ എ എന്ന് പറഞ്ഞാൽ 2 sin a by 2 cos a by 2. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, സൈൻ തീറ്റ എന്താണ് 2 sin തീറ്റ ബൈ 2 cos തീറ്റ ബൈ 2 ആണ്. അപ്പോൾ സൈൻ തീറ്റ അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ട്രിഗണോമെട്രിയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇതിനു മുമ്പ്. 2 sin തീറ്റ ബൈ 2 cos തീറ്റ ബൈ 2. അപ്പോൾ സൈൻ തീറ്റ എന്താണ് 2 sin തീറ്റ ബൈ 2 cos തീറ്റ ബൈ 2. അപ്പോൾ സൈൻ സി എന്താണ് 2 sin സി ബൈ 2 cos സി ബൈ 2. അപ്പോൾ 2 ക്യാൻസൽ ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ചെയ്തപോലെ കോസ് ഓഫ് എ പ്ലസ് ബി ബൈ 2, എ പ്ലസ് ബി ബൈ 2 നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. എയും ബിയും സിയും എന്താണ്, ട്രയാങ്കിളിന്റെ എയും ബിയും സിയും ട്രയാങ്കിളിന്റെ 3 വെർട്ടീസസ് ആണ്, 3 ആംഗിൾസ് ആണ്. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി എന്തായിരിക്കും 180. ട്രയാങ്കിളിന്റെ 3 ആംഗിൾസിന്റെ സമ്മ് എന്തായിരിക്കും 180 ആയിരിക്കും. നമുക്കിവിടെ വേണ്ടത് എ പ്ലസ് ബി ബൈ 2 ആണ്. അപ്പോൾ എ പ്ലസ് ബി എന്തായിരിക്കും പ്ലസ് സി കൊണ്ടെടുത്തു 180 മൈനസ് സി. അപ്പോൾ എ പ്ലസ് ബി ബൈ 2 ആണ് നമുക്ക് വേണ്ടത്. എ പ്ലസ് ബി ബൈ 2 കോസ് ഓഫ് എ പ്ലസ് ബി ബൈ 2 ആണ്. അപ്പോൾ എ പ്ലസ് ബി ബൈ 2 ആണെങ്കിൽ ഇതിനെയും രണ്ടിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 180 ബൈ 2 എന്ന് പറഞ്ഞാൽ 90 മൈനസ് സി എ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സി ബൈ 2, രണ്ടിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എ പ്ലസ് ബി ബൈ 2 പറഞ്ഞാൽ 90 മൈനസ് സി ബൈ 2 ആണ്. അപ്പോൾ നമുക്ക് കോസ് ഓഫ് എ പ്ലസ് ബി ബൈ 2 എത്രയാണ്, കോസ് ഓഫ് എ പ്ലസ് ബി ബൈ 2 എന്ന് പറഞ്ഞാൽ അതെന്താണ്, കോസ് ഓഫ് എ പ്ലസ് ബി ബൈ 2 എന്താണ് 90 മൈനസ് സി ബൈ 2, 90 മൈനസ് സി ബൈ 2. എന്താ കോസ് 90 മൈനസ് തീറ്റ, കോസ് ഓഫ് 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റയാണ്. അപ്പോൾ കോസ് ഓഫ് 90 മൈനസ് സി ബൈ 2 എന്താണ്, സൈൻ സി ബൈ 2 ആണ്. അപ്പോൾ കോസ് ഓഫ് 90 മൈനസ് കോസ് ഓഫ് എ പ്ലസ് ബി ബൈ 2 എന്ന് പറഞ്ഞാൽ കോസ് ഓഫ് 90 മൈനസ് സി ബൈ 2, അപ്പോൾ സൈൻ സി ബൈ 2. അപ്പോൾ കോസ് ഓഫ് എ പ്ലസ് ബി ബൈ 2 പകരം കോസ് ഓഫ് എ പ്ലസ് ബി ബൈ 2 പകരം നമുക്ക് എന്ത് എഴുതാം, സൈൻ സി ബൈ 2 എന്ന് എഴുതാം. അപ്പോൾ കോസ് ഓഫ് എ പ്ലസ് ബി ബൈ 2 വാല്യൂ ആണ് നമ്മളിവിടെ കണ്ടത്. കോസ് ഓഫ് എ പ്ലസ് ബി ബൈ 2 എന്താണ്, സൈൻ സി ബൈ 2. അപ്പോൾ സൈൻ സി ബൈ 2 ഇൻറ്റു സൈൻ ഓഫ് എ മൈനസ് ബി ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ സി ബൈ 2 ഇൻറ്റു കോസ് സി ബൈ 2. അപ്പോൾ ഈ സൈൻ സി ബൈ 2 ക്യാൻസൽ ചെയ്യാം. ഇത് നമ്മൾ ഏതിൻ്റെ വാല്യൂ കാണുന്നത് എ മൈനസ് ബി ബൈ സി. അപ്പോൾ എ മൈനസ് ബി ബൈ സിയുടെ വാല്യൂ ആണിത്. അപ്പോൾ എ മൈനസ് ബി ബൈ സി ഈസ് ഈക്വൽ ടു എ മൈനസ് ബി ബൈ സി. എ മൈനസ് ബി ബൈ സി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, സൈൻ ഓഫ് എ മൈനസ് ബി ബൈ 2 സൈൻ ഓഫ് എ മൈനസ് ബി ബൈ 2 ഡിവൈഡഡ് ബൈ കോസ് സി ബൈ 2. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. എ മൈനസ് ബി ബൈ സി ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് എ മൈനസ് ബി ബൈ 2 ഡിവൈഡ് ബൈ കോസ് സി ബൈ 2. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് മോഡൽ 2020 ചോദിച്ചാണ്. ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. നമുക്ക് ഈ 2
പ്രോബ്ലം നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തരുന്നു. ഇത് രണ്ടും നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതെങ്ങനെയായിരിക്കും ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മാത്രം പറയാം. എ പ്ലസ് ബി ബൈ സി, നമ്മൾ ഇതുപോലെ തന്നെ എ നമ്മൾ എന്താ പറയുക, എങ്ങനെ എഴുതാം, എ ഈസ് ഈക്വൽ ടു കെ സൈൻ എ, ബി എന്താണ് കെ സൈൻ ബി, സി എന്താണ് കെ സൈൻ സി. അതെടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്യുക. അതുപോലെ തന്നെ അപ്പോൾ ഈ റിസൾട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. അത് ജൂലൈ 2019 ചോദിച്ചാണ്. ഇനി മോഡൽ 2018 ചോദിച്ചാണത്. പ്രൂവ് ദാറ്റ് സൈൻ ഓഫ് ബി മൈനസ് സി ബൈ 2 ഈസ് ഈക്വൽ ടു ബി മൈനസ് സി ബൈ എ കോസ് ഓഫ് എ ബൈ 2. ഇത് നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, ഇത് മാത്രം എടുത്തിട്ട് അത് സിംപ്ലിഫൈ ചെയ്യുക. ബി മൈനസ് സി ബൈ എ ഇത് മാത്രം എടുക്കാം. ബി മൈനസ് സി ബൈ എ, ബിക്ക് പകരം എന്തെടുക്കാം, കെ സൈൻ ബി, സി എന്താണ് കെ സൈൻ സി, എ എന്താണ് കെ സൈൻ എ. അങ്ങനെ എടുത്തിട്ട് ബി മൈനസ് സി ബൈ എ സിംപ്ലിഫൈ ചെയ്യുക. എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതുപോലുള്ള റിസൾട്ട് കിട്ടും. ഇതിപ്പോൾ ഇതിപ്പോൾ കോസ് സി ബൈ 2 എങ്ങോട്ട് എടുത്താൽ എന്തായി, ഇതെങ്ങനെയും പറയാം, നമുക്ക് ഇതിനെ എങ്ങനെയും പറയാം, കോസ് സി ബൈ 2 ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ കോസ് സി ബൈ 2 ഇൻറ്റു എ മൈനസ് ബി ബൈ 2 ഈക്വൽ ടു സൈൻ ഓഫ് എ മൈനസ് ബി ബൈ 2. അതുപോലെ തന്നെയാണിത്. ബി മൈനസ് സി ബൈ 2 കോസ് എ ബൈ 2 ഇൻറ്റു ബി മൈനസ് സി ബൈ എ ഇസ് ഈക്വൽ ടു സൈൻ ഓഫ് ബി മൈനസ് സി ബൈ 2. അപ്പോൾ അതുപോലെ തന്നെ ഇതും ചെയ്യാം. ഈ റിസൾട്ട് ഒന്ന് ഇതിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതുപോലെ കിട്ടും. അപ്പോൾ ഇതിവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ബി മൈനസ് സി ബൈ എ എടുക്കുക. ഇതെടുത്തിട്ട് ആദ്യം ഇവിടെ നമ്മൾ ചെയ്ത പോലെ എ മൈനസ് ബി ബൈ സി ചെയ്ത പോലെ തന്നെ ചെയ്യാം. എന്നിട്ട് ഈ ബൈ കോസ് വരുന്നതിനെ ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ ഈ റിസൾട്ട് കിട്ടും. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തരുന്നു. അപ്പോൾ ട്രിഗണോമെട്രിയിലെ ലാസ്റ്റ് പാർട്ട്, ഇതോടുകൂടി ട്രിഗണോമെട്രി കംപ്ലീറ്റ് ആയി. ട്രിഗണോമെട്രിയിലെ ലാസ്റ്റ് പാർട്ട് ആണ് നമ്മൾ ഇന്നിപ്പോൾ ചെയ്തത്. ഇത്രയും പോർഷനാണ് ഈ ലാസ്റ്റ് പാർട്ടിൽ, അതായത് സൈൻ റൂൾ, ടാൻജൻസ് റൂൾ, ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇതുവരെ ബോർഡ് എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ളത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഈ പ്രോബ്ലംസൊക്കെ, ഹോംവർക്ക് എന്നിട്ടുള്ള പ്രോബ്ലംസൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ.